ഏശയ്യായുടെ പുസ്തകം 61 അധ്യായം 3 തിരുവചനം. വെണ്ണീറിനു പകരം പുഷ്പമാല്യവും വിലാപത്തിനു പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിനു പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ദിവ്യകാരുണ്യേശോയെ, കലുഷിതമായിരിക്കുന്ന ഞങ്ങളുടെ മനസ്സിൻ്റെ കൊടുങ്കാറ്റുകളെ ശാന്തമാക്കാനും ദുഃഖങ്ങളെ അതിജീവിക്കാനും ഈ പ്രഭാതത്തിൽ നിന്റെ തിരുസന്നിധിയിലായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒത്തിരി നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ ഞങ്ങൾക്കുണ്ട് ഈശോയെ. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഞങ്ങളുടെ മനസ്സിന്ന് അസ്വസ്ഥമാണ്. പല മക്കളുടെയും മാനസികവും ശാരീരികവുമായ ജീവിത തകർച്ചയ്ക്ക് കാരണം കുടുംബങ്ങളിൽ പോലും ഇന്ന് ശിഥിലമായി തീരുന്ന ഹൃദയബന്ധങ്ങളാണ്. എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും ഞങ്ങളുടെ കൂടെയുള്ളവരെ ഒന്ന് മനസ്സിലാക്കാനോ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനോ ഒരിക്കൽ പോലും കഴിയാതെ വരുമ്പോഴും, തെറ്റുപറ്റിപ്പോയാൽ മനസ്സു തുറന്ന് പരസ്പരം ക്ഷമ ചോദിക്കാൻ തയ്യാറാകാതിരിക്കുമ്പോഴും, എപ്പോഴും കൂടെ തന്നെ ഉണ്ടെന്ന ഒരു വാക്കിൻ്റെ കരുതൽ പ്രവർത്തികളിലൂടെ പകർന്നു കൊടുക്കാൻ കഴിയാതെ വരുമ്പോഴും, ഊഷ്മളമായി തുടരേണ്ട സ്നേഹഭാവങ്ങൾ ഞങ്ങളിൽ നിന്നും അന്യമായി തീരുന്നു. കർത്താവേ, തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെ ഈ പ്രഭാതത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം കൂട്ടിയോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതിരിക്കട്ടെ. കുടുംബജീവിതത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ എല്ലാ മക്കൾക്കും കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബജീവിതത്തെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങ് ദാനമായി നൽകിയ ജീവിത പങ്കാളി, മക്കൾ തിരുസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ അവർക്കിടം കൊടുക്കണമേ. അനേകായിരങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്ത് ദാമ്പത്യത്തിലേക്ക് പ്രവേശിപ്പിച്ച ദൈവമേ, വർഷങ്ങൾക്ക് മുമ്പ് വിവാഹ ദിവസം ഞങ്ങൾ അൾത്താരയ്ക്ക് മുൻപിൽ നിന്നുകൊണ്ട് നിന്റെ തിരുസന്നിധിയിലൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും മറ്റെല്ലാ സാഹചര്യങ്ങളിലും വിശ്വസ്തരായി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന്. വർഷങ്ങൾ ഇന്ന് പലതും കടന്നു പോയപ്പോൾ തമ്പുരാനെ, ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഇടർച്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ, പരസ്പരമുള്ള സ്നേഹത്തിന് കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബജീവിതത്തെ നാഥ നീ ഏറ്റെടുക്കണമേ. ഇനിമേൽ ഞങ്ങൾ രണ്ടല്ല ഒന്നാണെന്ന ബോധ്യം ഞങ്ങളിൽ എപ്പോഴും വളർത്തണമേ. വാക്കുകളാലോ പ്രവർത്തികളാലോ പെരുമാറ്റത്താലോ ഉപേക്ഷയാലോ ഇനി ഒരിക്കലും പരസ്പരം വേദനിപ്പിക്കുവാനോ സങ്കടപ്പെടുത്തുവാനോ ഇടയാക്കരുതേ. ഈ ചെറിയ ജീവിതം എത്ര നാളിനി മുന്നോട്ടെന്ന് അറിയില്ല നാഥ. മരണം വരെ പരസ്പരം സ്നേഹിച്ചും ക്ഷമിച്ചും വിട്ടുവീഴ്ചകൾ ചെയ്തും ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിൽ ആരുടെയെങ്കിലുമൊക്കെ ജീവിത പങ്കാളി ഇന്ന് കൂടെയില്ലെങ്കിൽ, മരണം മൂലം വേർപെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ സമയം അവരുടെ ആത്മാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിത്യശാന്തി കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഡിവോഴ്സിലൂടെയൊക്കെ ബന്ധം വേർപെടുത്താൻ ഒരുങ്ങിയിരിക്കുന്ന ദമ്പതിമാരെ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ അവർക്ക് ഒന്ന് മാറ്റി ചിന്തിക്കാൻ ഇടവരുത്തിയാലോ. അതുപോലെ ജീവിത പങ്കാളിയെ ഉപേക്ഷിച്ച് വേറെ കൂട്ടു തേടിപ്പോയ പ്രിയപ്പെട്ടവനെ പ്രിയപ്പെട്ടവളെയൊക്കെ ഓർത്ത് അവരുടെ തിരിച്ചുവരവിനായി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന അനേകം മക്കൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. ഈ ചാനലിൻ്റെ തന്നെ കമൻറ്റ് ബോക്സിൽ അത്തരം നിയോഗങ്ങൾക്കായി പ്രാർത്ഥന എഴുതിയിടുന്ന മക്കളുണ്ട്. ഈശോയെ, ഈ പ്രഭാതത്തിൽ അവരെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ പ്രാർത്ഥനകളെ കൂടി ചേർത്ത് വയ്ക്കുന്നു. ലോകം മുഴുവനുമുള്ള എല്ലാ ദമ്പതിമാരോടും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളും കുടുംബജീവിതം നയിക്കുന്ന മക്കളും
അനുഗ്രഹിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതത്തിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ യുവതി യുവാക്കൾ, അവരുടെ കുടുംബജീവിതം അനുഗ്രഹപ്രദമാകാനായിട്ട് ഈ സമയം പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, നല്ലൊരു പ്രഭാതം തന്നതിന് ഈശോയെ നന്ദി. ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈ ദിവസം മുഴുവനും ഈശോ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ, ഏറ്റെടുക്കണേ. ആപത്തിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, എല്ലാവിധ അനർത്ഥങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും കാത്തു സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വെടിയ ദ്രോഹം പൊറുത്തതും കേണപേക്ഷിച്ചതും ഞാനനുതാപിയായി തീരാ എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. മനുഷ്യനു വേണ്ടി ക്രൂശിന്റെ മാറിൽ പാപിയെ പോലെ പിടഞ്ഞവനെ, ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. 25-ാം സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് ജീവിതത്തിൻ്റെ തടസ്സങ്ങളെ എടുത്തു മാറ്റുവാനും പുതിയ വഴികൾ നമുക്കായി തുറക്കപ്പെടുവാനും കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ. ശത്രുക്കൾ എൻ്റെ മേൽ വിജയമാഘോഷിക്കാതിരിക്കട്ടെ. അങ്ങയെ കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാശനാകാതിരിക്കട്ടെ. വിശ്വാസവഞ്ചകർ അപമാനമേൽക്കട്ടെ. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്കു വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവേ, പണ്ടുമുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവേ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ. കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവൻ ഐശ്വര്യത്തിൽ കഴിയും. അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും. എൻ്റെ കണ്ണുകൾ സദാ കർത്താവിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും. ദയ തോന്നി എന്നെ കടാക്ഷിക്കണമേ. ഞാൻ ഏകാകിയും പീഡിതനുമാണ്.
എൻ്റെ ഹൃദയവ്യഥകൾ ശമിപ്പിക്കണമേ. മനക്ലേശത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. ഇതാ ശത്രുക്കൾ പെരുകിയിരിക്കുന്നു, അവർ എന്നെ കഠിനമായി വെറുക്കുന്നു. എൻ്റെ ജീവൻ കാത്തുകൊള്ളണമേ, എന്നെ രക്ഷിക്കണമേ. അങ്ങിൽ ആശ്രയിച്ച എന്നെ ലജ്ജിക്കാനിടയാക്കരുതേ. നിഷ്കളങ്കതയും നീതിനിഷ്ഠയും എന്നെ സംരക്ഷിക്കട്ടെ. ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു. ദൈവമേ, ഇസ്രായേലിനെ സകല കഷ്ടതകളിലും നിന്ന് മോചിപ്പിക്കണമേ. ദൈവമായ കർത്താവിന് സ്തുതി. പ്രിയമുള്ളവരെ, നമ്മൾ നവംബർ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ മാസം മരിച്ചുപോയവരെയൊക്കെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മാസമാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ, അതുപോലെ ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന ആത്മാക്കളുടെ മോചനത്തിനായിട്ടൊക്കെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിനങ്ങളാണ് ഇനി കടന്നു വരുന്നത്. ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ മരണം മൂലം വേർപിരിഞ്ഞു പോയ എല്ലാവരെയും ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയാണിത്. വിശുദ്ധ ജർദ്രൂദിനോട് കർത്താവ് പറഞ്ഞുകൊടുത്ത പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഓരോ പ്രാവശ്യം ചൊല്ലുമ്പോഴും 1000 ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് അനേകം ആത്മാക്കൾ ഈ പ്രാർത്ഥനയിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കട്ടെ. അതിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഈ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളോടും ചേർത്ത് പ്രിയപുത്രനായ ഈശോ മിശിഹായുടെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായും ലോകമെങ്ങുമുള്ള പാപികൾക്കായും സഭയിലുള്ള പാപികൾക്കായും എൻ്റെ ഭവനത്തിലെയും എൻ്റെ കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹ കർത്താവിൻ്റെ വിലതീരാത്ത തിരിച്ചോരയെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ. ബന്ധന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് കുരിശിൽ ചിന്തിയ തിരുരക്തത്തിൻ്റെ യോഗ്യതയാലും കുരിശിലെ വിജയത്താലും അങ്ങയോട് ഐക്യപ്പെട്ടു പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും ഭവനങ്ങളെയും പരിസരങ്ങളെയും അങ്ങയുടെ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് എല്ലാ പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ. ഞങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടപിശാചുക്കളെയും അവരുടെ പ്രവർത്തനങ്ങളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് അവിടുത്തെ പാദപീഠത്തിങ്കൽ വയ്ക്കുന്നു. ആമേൻ. നമ്മുടെ കാവൽ മാലാഖയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാം. എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ. പാപക്കെണിയിൽ നിന്നും എല്ലാ അപകട വഴികളിൽ നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താൻ സഹായിക്കണമേ. ആമേൻ. എൻ്റെ പേരിന് കാരണമായ വിശുദ്ധനെ, വിശുദ്ധയെ, ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാ വിധത്തിലും അനുഗ്രഹപൂർണമാകുവാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സുഹൃത സമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിൽ അങ്ങയോടൊത്ത് ദൈവത്തെ അന്നവരതം പാടി സ്തുതിക്കുവാനും ഇടയാക്കണമേ. ആമേൻ.